ഒന്ന് സൊമാലിലാൻഡ്, അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ യമന്റെ ഒരു ഭാഗത്ത്, അതിന്റെ സദേൺ ഫോഴ്സ് അവരുടെ ക്യാപ്ചറിലാണ്. അതും ഏകദേശം UAE പറയുന്ന കേൾക്കുന്ന അവിടുത്തെ ഭരണകർത്താക്കൾ സുന്നി ലാൻഡാണ്, സുന്നി വിഭാഗക്കാർ കൂടുതലുള്ളവരാണ്. അപ്പൊ അവർക്കും അവിടെ സെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ ഇസ്രായേലിനോട് പറഞ്ഞ് സെക്യൂർ ചെയ്യാൻ. അതിന്റെ അടുത്തത് UAE സ്വന്തം ടെറിട്ടറിയിൽ ഇസ്രായേലിന് ബേസ് കൊടുക്കുന്നു. ഇനി അടുത്തൊരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. സിറിയയും ഇസ്രായേലും തമ്മിൽ ടോക്സ് നടക്കാൻ പോവുകയാണ് ഫ്രാൻസിൽ വെച്ച്. ഫ്രാൻസ് ആണ് മീഡിയേറ്റർ. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്, കാരണം സിറിയയ്ക്ക് ഒരു പ്രൊഫഷണൽ ഫോഴ്സും ആർമി ഇല്ലാതായി. അപ്പൊ അവർക്കും ഡമാസ്കസ് ആണെങ്കിൽ അവർ ഭരിക്കുന്ന ആൾക്കാർക്കും സെക്യൂർഡ് ആയിരിക്കണം. ഇടയ്ക്ക് ISIS പ്രശ്നമുണ്ട്, അലിപ്പോ പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടർക്കി പറയുന്നു അവർ സഹായിക്കാമെന്ന് പറയുന്നു. പക്ഷെ ഇതൊന്നും അമേരിക്കയും മറ്റുള്ള അറബ് രാജ്യങ്ങളും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സിറിയയില് ഡമാസ്കസിനടുത്ത്, അതായത് ഇപ്പോഴതിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലാൻഡിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞത് ഇസ്രായേലിന്റെ കയ്യിലാണ്. അതായത് ഇസ്രായേലുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സിറിയയുടെ. അവിടുത്തെ ഗവൺമെന്റ്, അതായത് സിറിയൻ ഗവൺമെന്റ്, അൽ സയാറയുടെ ഗവൺമെന്റിന് അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി, അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇസ്രായേലി ബേസ് അവിടെയും കൊടുക്കാൻ പോവുകയാണ്. അടുത്ത ലെബനൻ, കാരണം അവിടുത്തെയും ആംഡ് ഫോഴ്സസ് സംഭവങ്ങളില്ലാതായി. ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത് ലെബനനിലുള്ളത് UN ഫോഴ്സാണ്, സമാധാന സേനയാണുള്ളത്. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഹിസ്ബുള്ളയായിരുന്നു, അവർ നശിച്ചുപോയി. അപ്പോൾ അവരും അമേരിക്കയുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് നടക്കുകയാണ് അവരുടെയും സെക്യൂരിറ്റിക്ക്. കാരണം ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് ആവശ്യമാണ് ഒരു നല്ല ബേസ്. അതൊരു ഇസ്രായേൽ കൊടുക്കാൻ തയ്യാറാകുകയാണ്. അതായത് 3, 4, 5 രാജ്യങ്ങളിൽ, ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഹമാസും ഇസ്രായേൽ ഇറാൻ ആ സമയത്ത് ഇസ്രായേൽ ഈ സിറിയയും ലെബനനും മറ്റുള്ള രാജ്യങ്ങളും പിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യങ്ങളിലൊക്കെ ആർമി ഇല്ലാതായി. അവിടെ ഇറാന്റെ പോക്സിയും മറ്റുള്ള ടെറർ ഓർഗനൈസേഷന്റെ ഗ്രൂപ്പുകൾ പൊന്തി വന്നു. അവരവിടെ ഭരിക്കുന്ന രാജ്യം, കാരണം ഇവിടെ ഒന്നും ഡെമോക്രസി പ്രോപ്പറായിട്ട് നടത്താൻ പറ്റത്തില്ല, വലിയ പാടാണ്. അതാണ് അൺസർട്ടനിറ്റിയാണ് ഈ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്കെല്ലാം മിനറൽസ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ക്രൂഡ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷെ അവർക്ക് ഫർദർ പോകാൻ പറ്റത്തില്ല.